ഭാവനഗറിലാണ്. ഭാവനഗറിൽ അതിമനോഹരമായ ദൃശ്യവിരുന്നാണ് ഈ നാട്ടിലുള്ള ആളുകൾ മുഴുവനും ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ മിലാദ് ആഘോഷങ്ങളുടെ ഭാഗമായി റബീഉൽ അവ്വൽ 1 മുതൽ 15 വരെ ഉള്ള ദിവസങ്ങളിലാണ് ഇത്തരത്തിലുള്ള ആഘോഷം നടക്കുന്നത്. വർണ്ണം തീർത്ത വിവിധ വർണ്ണങ്ങളിലുള്ള വെളിച്ചം ഉപയോഗിച്ച് ധാരാളം അലങ്കാരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ വിവിധ പ്രദേശത്തുള്ള വിവിധ നാടുകളിലുള്ള ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നു. രാത്രി മുതൽ പുലർച്ചെ വരെ ഇങ്ങനെ ധാരാളം ആളുകൾ ഈ കാഴ്ചകൾ കാണാൻ, ഇത് ആസ്വദിക്കാൻ ഇവിടെ എത്തുന്നുണ്ട്. ഇത് 4ാമത്തെ തവണയാണ് ഈ നാട്ടിലുള്ള ആളുകൾ ഒരുമിച്ച് കൂടി ഈ പ്രദേശത്ത് ആകെ ഇങ്ങനെ അലങ്കാരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അവര് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ധാരാളം പരിപാടികൾ സംഘടിപ്പിക്കുന്നു. മദ്രസകളിൽ കുട്ടികളുടെ കലാപരിപാടികളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് തങ്ങളുടെ നാടിനെ ഏറ്റവും നല്ല രൂപത്തിൽ അലങ്കരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 4 വർഷമായി ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഈ നാട്ടിലുള്ള ആളുകൾ, പ്രവാസികളായ ധാരാളം ആളുകളുണ്ട്. അങ്ങനെ അവര് ഈ സമയം മാത്രം ലീവ് എടുത്ത്, അവധിയെടുത്ത് നാട്ടിലെത്തി ഈ ആഘോഷത്തിന്റെ ഭാഗമാവുന്നുണ്ട്. ഇത് തുടർച്ചയായി 4ാമത്തെ തവണയാണ് ഇങ്ങനെ മനോഹരമായ ഒരു ദൃശ്യവിരുന്ന് ഒരുക്കുന്നത്. ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഒരു അധ്വാനത്തിന്റെ ഭാഗമാണ്. എത്രത്തോളം ആളുകളുടെ പിന്തുണ, നാട്ടിലുള്ള ചെറുപ്പക്കാർ മാത്രമല്ല, മുതിർന്നവര്, കുട്ടികൾ എല്ലാവരും ഇത് ആസ്വദിക്കുന്നു. സമീപ പ്രദേശത്തുള്ള ധാരാളം ആളുകൾ ഇത് കാണാൻ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെയൊക്കെ പിന്തുണ അവർക്ക് എങ്ങനെയാണ്? തീർച്ചയായിട്ടും മൊത്തം പ്രവാസികൾ ഈ സമയമാകുമ്പോൾ അവരെല്ലാം നാട്ടിൽ വരും. എല്ലാ പ്രവാസികളും അതോടൊപ്പം അവരെ കൂടെ നാട്ടിലെ മുതിർന്നവരും നാട്ടുകാരും മൊത്തം എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇതുവരെ ഇങ്ങനെ പോകുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവാസികളായ ധാരാളം ആളുകൾ ഈ ദിവസങ്ങളിൽ അവധിയെടുത്ത് നാട്ടിലെത്തുന്ന ധാരാളം ആളുണ്ട്. അങ്ങനെ പ്രവാസികൾ വന്ന ധാരാളം ആളുകളുണ്ട്. നാട്ടിൽ വന്ന ആളുകൾ ആരൊക്കെയാണ്? ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന ആളുകൾ എല്ലാവരും, ഏകദേശം ആൾക്കാരും ഇപ്പൊ പ്രവാസികളാണ്. ഇതിനായിട്ട് ലീവിനായിട്ട് നാട്ടിലേക്ക് വന്നതായിട്ട് ലീവ് എടുത്തുകൊണ്ട് വന്നതാണ്. വിവിധ നാടുകളിൽ നിന്ന്, GCC കൺട്രി, അതുപോലെ മറ്റ് ലണ്ടൻ അടക്കമുള്ള മറ്റ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവര് നേരത്തെ സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചത് അവർക്ക് വലിയൊരു ആഘോഷം, നാട്ടിന്റെ തന്നെ ഒരു ആഘോഷമായി ഇത് കൊണ്ടു നടക്കുന്നു എന്നാണ്. എത്രത്തോളം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതിന്റെ ഒരു പൊലിമ വളരെ ഭംഗിയായിരുന്നു. ഇത്തവണ വളരെ ഭംഗിയായി തന്നെ ഇതൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഈ ആഘോഷങ്ങൾ അവസാനിക്കാനുള്ളൂ. ഇപ്പോ ഉള്ള ഒരു ഇപ്പോൾ മാഷാ അല്ലാ, നമ്മുടെ ഇപ്പോ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ ഏകദേശം മനസ്സിലാവും. ഇവിടെ നിന്ന് മൊറിയന ഭാഗത്ത് വരെ ജനങ്ങളിപ്പോ ക്യൂവിലാണ് ഉള്ളത്. ഈ ഭാഗത്ത് കടപ്പുറം വരെയും ക്യൂവിലാണ് ഉള്ളത്. ഇതിപ്പോ ഞങ്ങൾ ഈ വെളിച്ചം കൊണ്ട് അലങ്കരിച്ചത് ഈ വഴിയോരങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ മനസ്സുകൂടിയാണ്. റസൂലുള്ളാഹിനോടുള്ള മുഹബ്ബത്താണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാ ഇത് ഞങ്ങൾ ഇനിയുള്ള വർഷങ്ങളിലും ഉണ്ടാവും എന്ന് പറയാം. ഇതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു 3 മദ്രസകൾ ഇവിടെയുണ്ട്. ആ മദ്രസകളിലുള്ള കുട്ടികളുടെ കലാപരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട നാട് ഒരുമിച്ച് നിന്ന് ആ കുട്ടികൾക്ക് ധാരാളം സമ്മാനം കൊടുക്കുന്നു എന്നതാണ്. ധാരാളം സമ്മാനങ്ങൾ, അതൊക്കെ പ്രവാസികളായ സുഹൃത്തുക്കൾ അവർ സംഭാവനകളായി നൽകി ഈ നാട്ടിലെ കുട്ടികൾക്ക് ഏറ്റവും മനോഹരമായ സമ്മാനം കൊടുക്കുന്നു. അതിന്റെ ഒരുക്കങ്ങളൊക്കെ എത്രയാണ്? എല്ലാം കഴിഞ്ഞു. ഞങ്ങള് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. സമ്മാനങ്ങളെല്ലാം എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ എല്ലാ വർഷവും വളരെ ഭംഗിയായി ഈ പരിപാടികൾ നടത്താറുണ്ട്. എല്ലാ കുട്ടികളും സ്വർണ്ണ മെഡല്, മറ്റ് വിദ്യാഭ്യാസപരമായ അവരുടെ നന്മയ്ക്ക് വേണ്ടി വളരെ നല്ല പിന്തുണയാണ് ഈ നാട്ടുകാർ മൊത്തത്തിൽ ചെയ്യുന്നത്. ഞങ്ങളുടെ സമ്മാനങ്ങളെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാ. ഇവിടെ ഈ മഹലിന് കീഴിൽ 1000ഓളം കുടുംബങ്ങൾ, 1000ഓളം വീടുകളുണ്ട്. ഈ വീട്ടിലുള്ള ആളുകളാണ് ഇങ്ങനെ ധാരാളമായ ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നു. അതിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ആ വീടുകളിലുള്ള പ്രവാസികൾ മുഴുവനും ഈ ആഘോഷത്തിന്റെ ഭാഗമായി നാട്ടിലേക്ക് എത്തുന്നു. ആ നാട്ടിലെത്തിയതിന് ശേഷം അവരുടെ പണം സ്വരൂപിച്ച് ഇത്തരം മനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്ന എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഈ നാട്ടിൽ ധാരാളം ആളുകളുണ്ട്. ഇതിൽ ഇവിടെയുള്ള ട്രാഫിക് ഒക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പോൾ ആളുകളൊക്കെ? പ്രാവശ്യം അടിപൊളിയല്ലേ, സൂപ്പർ. ഇവിടെ സമൂസയൊക്കെ കൊടുക്കുന്നുണ്ട്. സമൂസ ഇതാ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഇത് മഴ കാരണം ആൾക്കാർ കുറച്ച് കുറവാണ്. ഇന്നലെ ഇതിനെക്കാട്ടും ആളുണ്ടായിരുന്നു. ഇനി ആള് വരുന്നു പ്രതീക്ഷിക്കുന്നത്. എല്ലാ ദിവസവും ഈ നാട്ടിൽ എത്തുന്ന മുഴുവൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഭക്ഷണം നൽകുക, അവരെ വളരെ ഭംഗിയായി സ്വീകരിക്കുക എന്നതാണ് ഈ നാട്ടിലുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ വരുന്നവർക്ക് മുഴുവനും
ജ്യൂസൊക്കെ കൊടുക്കുന്ന കുറെ പ്രവാസികളായ ആളുകൾ അടക്കമുള്ള ആളുകളുടെ ഒരു സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അവരിങ്ങനെ ജ്യൂസൊക്കെ ഈ നാട്ടിലെത്തുന്ന മുഴുവൻ ആളുകൾക്ക് ജ്യൂസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ എനിക്കും ഇപ്പോൾ ഒരു ജ്യൂസ് ഇവർ തരുന്നുണ്ട്. നേരത്തെ കുടിച്ചതുകൊണ്ട് നല്ല തണുപ്പുള്ളത് കൊണ്ട് തൽക്കാലം ഞാനിപ്പോ ഇത് കുടിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ വാഹനങ്ങളിൽ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാവരും ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ ഈ നാട്ടിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി 4 സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു അലങ്കാരം? ഇത് വർഷം തോറും ഭയങ്കര പ്രൗഢിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രദേശം. ബാബ നഗർ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഇവിടെയുള്ള ഈ ചെറുപ്പക്കാർ ഇങ്ങനെയുള്ള ഈ നബിദിന പരിപാടിക്ക് ഒരു കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു നാടിന്റെ കൂട്ടായ്മയാണ്. ഇത് ഒരു നാടിന്റെ ഒത്തൊരുമയോ അവർ ആ കൂട്ടായ്മയായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഇത് ഞാനിപ്പോ എല്ലാ സ്ഥലത്തും ഇങ്ങനെ നോക്കി കാണുന്നുണ്ട്. പക്ഷെ അതിലേറ്റവും നല്ല ബാബ നഗർ ഒരു സ്പെഷ്യലാണ്. സ്പെഷ്യൽ ബാബ നഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എല്ലാം കൊണ്ടും ഫുട്ബോൾ ആയാലും ഏത് കാര്യത്തിനും ഒരു ഭയങ്കര കൂട്ടായ്മയായിട്ടുള്ള ഒരു സംഭവം ഒരു സ്ഥലമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബാബ നഗർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യലായ ഒരു കാര്യമാണ്. ആ ബാബ നഗറിലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൂട്ടായ്മ ഇവിടെയുണ്ട്. നമ്മുടെ ഒരു സുഹൃത്തും കൂടി ഇവിടെയുണ്ട്. എങ്ങനെയാണ് ഈ ഒരു മൊത്തം അലങ്കാരമുണ്ട്, ഈ നാട്ടിലെ ഒരു കൂട്ടായ്മയുണ്ട്, അവരുടെ ഒരു സ്നേഹത്തിന്റെ ഒരു പ്രകടനമുണ്ട്. നേരത്തെ ഒരു സുഹൃത്ത് സൂചിപ്പിച്ച ഈ വെളിച്ചെന്ന് പറയുന്നത് ഈ പുറമെ കാണുന്ന വെളിച്ചം മാത്രമല്ല, ഞങ്ങൾ ഉള്ളിലും കൂടി വെളിച്ചമുണ്ട്. തീർച്ചയായും ഞങ്ങൾ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വെളിച്ചാണ്. ഞാനൊരു പ്രവാസിയാണ്. ഞാനൊരു 4 മാസം മുമ്പ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ്. കാരണം വെച്ചാൽ അതിന്റെ ലീവും കാര്യങ്ങളും ഞങ്ങളൊരു ആവേശമായിരുന്നത്. കാരണം വെച്ചാൽ പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനമല്ല ഇത്. ഞങ്ങളൊരു 6 മാസം മുമ്പ് ഇതിനു വേണ്ടിയിട്ട് എഫേർട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ആ പ്രവാസികൾ എന്താക്കും, നമ്മളെ ഒരു ആവേശം ഇതാണ്. നമ്മൾ പെരുന്നാളിനെയും കാട്ടി ഒരു ആവേശം കാണുന്നത് ഇതിനാണ്. അതിനായിട്ട് ഞങ്ങൾ പ്രവാസികൾ എല്ലാവരും ടിക്കറ്റ് ഒന്നും നോക്കല്ല. ഞങ്ങൾക്ക് ഇനി തിരിച്ചു പോകുമ്പോൾ ടിക്കറ്റിന്റെ ചാർജ് ഭയങ്കര ചാർജ് എന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾ ഇവിടത്തേക്ക് വന്നത് എന്തിനാ? ഞങ്ങളൊരു ആവേശമാണ് നമുക്ക്. ചെറുപ്പക്കാർക്ക് മാത്രമല്ല, പ്രായമുള്ളവർക്കും അല്ലാത്തവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ആവേശത്തിലാണ്. എത്രത്തോളം ആവശ്യമുണ്ട്? അത് എത്രയോ ആവശ്യമുണ്ട്. നമുക്ക് 10-50 വയസ്സായി. അപ്പൊ ഇപ്പൊ ഇവിടെ ഏറ്റവും വിഷയം കാണുന്നത് ഇപ്പോഴാണ്. ഈ മുന്നേ ഇങ്ങനെയൊന്നും ഉണ്ടായില്ല. വളരെ നല്ല സൗന്ദര്യമായിട്ട് നല്ല ഭാഗം കഴിയുന്നുണ്ട്. എല്ലാവർക്കും വളരെ സന്തോഷം. എത്ര ആൾക്കാർ, എത്ര വണ്ടി, ഇത് വണ്ടി കണക്കില്ല. എത്ര വിധത്തിലാണ് വണ്ടി കാണുന്നത്, ചായ കൊടുക്കുന്നത്, അത് എല്ലാം തിന്നാൻ കൊടുക്കുന്നത്, എല്ലാം കൊടുക്കും. നാടിന്റെ തന്നെ ഒരു ഉത്സവമാണ്. ഉത്സവം നല്ലൊരു ഉത്സവമായിട്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു നാടിന്റെ ഒരു ചെറുപ്പക്കാരുടെ ഒക്കെ ഉത്സവമായി ഇത് മാറിയിരിക്കുന്നു. ഭാവനഗറിൽ നിന്നും ഇബ്രാഹിം നെല്ലിക്കട്ടയോടൊപ്പം ഷെഫീഖ് നസറുള്ള, മീഡിയ 1.